ഇറാനെതിരെ നിൽക്കുന്നത് ലോകത്തിലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട സൈനിക ശക്തികളാണ്. അവരവരുടെ സൈനിക ശക്തി പൂർണ്ണ അർത്ഥത്തിൽ വെളിവാക്കുന്നുമുണ്ട്. പക്ഷേ സൈനിക ശക്തി കൊണ്ട് മാത്രം ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് എത്തുകയില്ല എന്നുള്ള കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്തുന്നുണ്ട്. അത് ട്രംപിൻ്റെ ട്വീറ്റുകൾ ഇങ്ങനെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഓരോ ദിവസം തോറും എങ്ങനെയാണ് അത് മാറി എന്താണോ ആദ്യം ഉദ്ദേശിച്ചത് അതിൻ്റെ ഒരു നിഴൽ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളും മാറുന്നുണ്ട്. എന്നാലും പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യം, അമേരിക്കയും ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഇറാനിൽ നടക്കുന്നുണ്ട്. ഇറാനിലെ എല്ലാ മേഖലകളിലും ടെഹ്റാൻ മുതൽ കോം മുതൽ കുർദിഷ് മേഖലകളിൽ ഉൾപ്പെടെ മുഴുവനായി വലിയ രീതിയിലുള്ള വ്യോമാക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഈ യുദ്ധത്തിൻ്റെ പ്രത്യേകത വ്യോമാക്രമണത്തിലാണ്. ഈ മിക്കവാറും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ തവണ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇത്തരത്തിലൊരു യുദ്ധം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള യുദ്ധമായി മാറാനുള്ള സാധ്യതയുള്ളൂ. പക്ഷേ ആ ഒരു മാസക്കാലം കൊണ്ട് വളരെയേറെ മാറ്റങ്ങളുണ്ടായി. ഏകദേശം ഒരു ധാരണയിലേക്ക് എത്തുന്നു എന്നുള്ള തോന്നലിലേക്കൊക്കെ എത്തിയെങ്കിലും വളരെ വേഗമായിരുന്നു തിരിച്ചറിവിലേക്ക്. ഇതിൻ്റെ ഒരു പ്രധാന അടിസ്ഥാന കാരണങ്ങളിലൊന്ന് ഒരു ശക്തിയില്ലാത്ത ഒരു ഇറാൻ എന്നത് ഇസ്രായേലിന് എക്കാലവുമുള്ള ആവശ്യമാണ്. യഥാർത്ഥത്തിൽ അമേരിക്ക ഇസ്രായേലിന് വേണ്ടി യുദ്ധം നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇത് അമേരിക്കയ്ക്ക് എത്ര കണ്ട് ഈ യുദ്ധത്തിൽ പങ്കാളികനാകാനുള്ള താല്പര്യമുണ്ടായിരുന്നു എന്നതുപോലെ സംശയം നിലത്തേണ്ടതാണ്. കാരണം ഇറാൻ ഒരു ശക്തിയല്ലാതായി മാറുക എന്നത് ഒരു കൂടുതൽ ശക്തമായ ഇസ്രായേൽ എന്നുള്ളൊരു സാധ്യതയാണ് അവിടെ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇസ്രായേലിന് വേണ്ടി അമേരിക്ക നടത്തിയ യുദ്ധം എന്ന രീതിയിലേക്കാണ് ഇതിൽ മാർക്ക് റൂബിയോ അതിൽ സൂചിപ്പിച്ച് പോകുന്നുണ്ട്. പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്താ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ യുദ്ധം നടത്തിയത്, യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത് ആ ഭരണകൂടം അട്ടിമറിക്കുക, മാറ്റുക എന്നുള്ളതാണ്. നമ്മൾ അന്ന് ജനാധിപത്യം പുനഃസ്ഥാപിക്കുക എന്നുള്ളത്. അപ്പോൾ സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച ഒരു സംഘർഷം ആദ്യ ദിവസം തന്നെ 150 വനിതകളെ കൊല്ലുന്ന വലിയ കാഴ്ച, തീർത്തും ദാരുണമായ കാഴ്ചയിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭരണകൂട മാറ്റം അന്ന് ചർച്ച ചെയ്യുമ്പോഴും നമ്മൾ വീണ്ടും ഊന്നി പറഞ്ഞതായിരുന്നു, ഈ ഭരണമാറ്റം സാധ്യമാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഇറാനിൽ. കാരണം ഇറാൻ്റെ ഒരു വ്യവസ്ഥാപിതമായ സംവിധാനം നിലനിൽക്കുന്നുണ്ട്. അത് നമ്മുടെ പൗരോഹിത്യമാണെങ്കിലും മിലിറ്ററി ആണെങ്കിലും അതിനുശേഷമുള്ള ഗവൺമെൻറ് ആണെങ്കിലും മജ്ലിസ് ആകുന്ന പാർലമെൻ്റ് ആണെങ്കിലും ഇതൊക്കെ വളരെ ശക്തമായ സംവിധാനങ്ങളായി വിപ്ലവാനന്തരം, അതായത് ഇസ്ലാമിക് വിപ്ലവാനന്തരം അത് നിർമ്മിച്ച് കൃത്യമായി തന്നെ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ജൂണിലെ അനുഭവം വെച്ചിട്ട് കൃത്യമായി ഇത്തരത്തിലൊരു ആക്രമണം ഇറാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇസ്രായേലിൻ്റെ ഒരു സാധാരണയായി ഉള്ള മോഡസ് ഓപ്പറാൻഡി കൊല്ലപ്പെടുമെന്ന് ഒരു പ്രതീക്ഷയുണ്ട്.